ഇപ്പോൾ ശശി തരൂർ മാധ്യമങ്ങൾ സ്ഥാനം ഒഴിയാൻ ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചോളാം. ഞാൻ ഈ വിഷയത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞത് 16 വർഷമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എല്ലാവർക്കും അറിയാം. നമ്മളുടെ യുവാക്കൾ ഈ സംസ്ഥാനം വിട്ടിട്ട് വേറെ സംസ്ഥാനങ്ങൾ വേറെ രാജ്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ മാറ്റാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, ഈ സംസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം. നമ്മൾ ഇനിഷ്യേറ്റീവിന് സഹായിക്കണം, നമ്മൾ പുതിയ ബിസിനസ് സ്ഥാപിക്കാൻ സഹായിക്കണം, അവരെ ഇവിടെ കൊണ്ടുവരണം. ഇത് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് ഈ കേരളത്തിന്റെ ഓരോരോ തെരഞ്ഞെടുപ്പിലും എന്റെ ഓരോ നിങ്ങൾ മാരാമൺ കൺവെൻഷനിൽ സ്പീച്ച് കേട്ടോളൂ, കാത്തലിക് യൂത്ത് ലീഗിന്റെ കോൺഫറൻസിൽ സ്പീച്ച് കേട്ടോളൂ. ഇതെല്ലാം പുതിയ കാര്യങ്ങളല്ല, എപ്പോഴും ആവശ്യപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഞാനൊരു അന്താരാഷ്ട്രീയ മേഖലയിൽ റിപ്പോർട്ട് കാണുന്നു, ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട്. അപ്പോൾ അതിൽ പറയുന്നത് അതിശയപ്പെട്ടിട്ടാണ് ഞാൻ എന്റെ ആർട്ടിക്കിൾ എഴുതിയത്. ഞാൻ ആവശ്യപ്പെട്ടൊരു കാര്യം കേരളത്തിൽ ഇപ്പോൾ ചെയ്യാൻ അവർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ അംഗീകരിക്കേണ്ടത്. ഞാൻ 16 വർഷം ആവശ്യപ്പെട്ട് അതിന് പെട്ടെന്ന് ഇത് റിപ്പോർട്ട് വരുന്നത് ഇത് സ്റ്റാർട്ടപ്പ് മേഖല ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഉമ്മൻ ചാണ്ടിയാണ് ആദ്യം സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് സ്റ്റാർട്ടപ്പ് വില്ലേജ് സ്ഥാപിച്ചത്. ഉമ്മൻ ചാണ്ടി സർക്കാർ സമയത്താണ് സ്റ്റാർട്ടപ്പ് മിഷൻ സ്ഥാപിച്ചത് 2014. അതാണ് ഇപ്പോഴത്തെ സർക്കാർ, നിലവിലുള്ള സർക്കാർ അതിലേക്ക് എത്തിയിട്ട് വലിയൊരു കാര്യം ചെയ്തിരിക്കുന്നത്. നല്ല കാര്യം ചെയ്താൽ അതിനെ അംഗീകരിക്കണം എന്ന് എന്റെ വിശ്വാസമാണ്. പ്രത്യേകിച്ച് ഞാൻ ആവശ്യപ്പെട്ടത്, നിങ്ങൾ എന്റെ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിൽ കൂടെ കാണാം. ഞാൻ പ്രചാരണ പ്രസംഗം പോട്ടെ, യൂട്യൂബിലുള്ള പ്രസംഗം കേട്ടിട്ട് നിങ്ങൾ അറിയൂ ഞാൻ എന്താണ് ആവശ്യപ്പെട്ടതാണ്. ആ ആവശ്യപ്പെട്ട കാര്യമാണ് ഞാൻ അംഗീകരിച്ചത്. ഒന്ന്. രണ്ടാമത്തത്, ഞാൻ ഈ ആർട്ടിക്കിളിൽ കേരള എക്കോണമിയെ കുറിച്ച് മൊത്തം എഴുതിയതല്ല, ഞാൻ സ്റ്റാർട്ടപ്സിനെ കുറിച്ച് മാത്രമാണ്. അത് ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് അത് മനസ്സിലാവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കേരളത്തിന്റെ എക്കോണമിയെ കുറിച്ച് പല കുറ്റങ്ങളുണ്ട്, പല കുറവുകളുണ്ട്, പല കാര്യത്തിൽ നന്നാക്കാൻ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞു നടക്കുന്ന ഒരാളാണ്. നമ്മൾക്കറിയാം നമ്മുടെ തൊഴിലില്ലായ്മ ഭയങ്കര ഹൈ ആണ്. ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ്, യുവ തൊഴിലില്ലായ്മ ജമ്മു ആൻഡ് കശ്മീർ കഴിഞ്ഞിട്ട് എല്ലാം വെച്ച് മോശം ഇന്ത്യയിൽ കേരളമാണ്. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കർഷക മേഖലയിലുള്ള ക്രൈസിസ്, അത് കാഷ്യൂ ആയാൽ ശരി, റബ്ബർ ആയാൽ ശരി, പൈനാപ്പിൾ ആയാൽ ശരി, നമ്മൾ എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് ബുദ്ധിമുട്ട്. എല്ലാം ബുദ്ധിമുട്ടിലാണ്. നമ്മൾ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസ് ഇപ്പോൾ കൂടി നഷ്ടത്തിലാണ്. ഭൂരിപക്ഷം ഒരു 80% നമ്മുടെ PSUs നഷ്ടത്തിലാണ് ഇരിക്കുന്നത് കേരളത്തിൽ. സ്റ്റേറ്റ് PSUs ആണ് ഞാൻ പറയുന്നത്. അതേപോലെ ഓരോരോ കാര്യത്തിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളി മേഖലയെക്കുറിച്ച് ഞാൻ എത്ര സംസാരിച്ചിട്ടുണ്ട്, പാർലമെന്റിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പറയുന്നില്ല ഈ സർക്കാർ ചെയ്യുന്ന നമ്മളുടെ എക്കോണമിയെ നയിക്കുന്നത് എല്ലാം 100% കൃത്യമാണെന്ന്. ഞാൻ ഒരു ആർട്ടിക്കിളിൽ ഒരു വിഷയത്തിനെ കുറിച്ച് പറഞ്ഞു, അതിലും ഫാക്ട്സും ഫിഗേഴ്സിന്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് അഥവാ ആൾക്കാർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ വേറെ ഫാക്ട്സ് ഇറക്കിയാൽ ഞാനത് കേൾക്കാൻ തയ്യാറാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അടിസ്ഥാനമില്ലാതെ ഞാൻ എഴുതില്ല, സംസാരിക്കില്ല. പക്ഷെ ഞാൻ ഒരിക്കലും ഈ സർക്കാരിനോ ഈ സർക്കാരിന്റെ നയിക്കുന്ന എക്കോണമിക്ക് ഒരു 100% മാർക്ക് കൊടുത്തിട്ടില്ല. ഒരു മേഖലയിൽ അവർ ചെയ്ത കാര്യത്തിൽ ഞാൻ റിപ്പോർട്ടിൽ വായിച്ചിട്ട് അതിനെ കോട്ട് ചെയ്ത് സൈറ്റ് ചെയ്ത് പിന്തുണ കൊടുത്തു. ഇത് നല്ലതാണ്, ഇത് ആര് ചെയ്താൽ. ഞാൻ പ്രത്യേകിച്ച് ആർട്ടിക്കിളിന് അവസാനത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത തവണ നിങ്ങൾ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഞങ്ങളിതിനെ തുടർന്നാൽ നിങ്ങൾ അതിനെ എതിരിക്കരുത് എന്നും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ഈ ആവശ്യം കേരളത്തിന്റെ ആവശ്യമാണ്. ഞാനൊരു മലയാളി ജനപ്രതിനിധിയായിട്ടാണ് ഇതിനെ കണ്ടിരിക്കുന്നതും സ്വീകരിച്ചിരിക്കുന്നതും എഴുതിയിരിക്കുന്നതും. ഇതില് ഞാൻ CPMന്റെ പേരേ ഇല്ല ആർട്ടിക്കിളിൽ. ഞാൻ രാഷ്ട്രീയമോ പാർട്ടി പോളിറ്റിക്സ് അല്ല പറഞ്ഞിരിക്കുന്നത്. കേരളത്തിന്റെ ഒരു ആവശ്യം കണ്ടിട്ട് ആ ആവശ്യത്തിനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത് സത്യമാണെങ്കിൽ കൂടി ഞാൻ എഴുതി, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ അതൊക്കെ ഞാൻ അങ്ങനെ ഒരു ആവശ്യം വന്നാൽ ഞാൻ അത് സ്വീകരിക്കുന്ന തയ്യാറാണ്. എനിക്ക് എന്റെ സ്വതന്ത്ര ഉമ്മൻചാണ്ടി സർക്കാരുകളുടെ കാലത്ത് നടപ്പിലാക്കിയ വികസന കാര്യങ്ങളെ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നീടല്ല, ആ ലേഖനത്തിൽ പരാമർശിക്കാതെ അവിടെ ഏകപക്ഷീയമായി വികസനത്തിന് ഞാൻ ഏതൊരു പക്ഷിക്കല്ല ഞാൻ പറഞ്ഞു. സംസ്ഥാനം കേരളത്തിന്റെ റെപ്യൂട്ടേഷൻ എന്തായിരുന്നു, കേരളത്തെ എങ്ങനെയാണ് ഇപ്പൊ ഇങ്ങനെ ആയത്, അത് മാത്രമേ പറഞ്ഞതിന് ഒരു സർക്കാരിനെ കുറിച്ച് എഴുതിയില്ല. ഇതിനെ ഒരു രാഷ്ട്രീയ വിവാദമാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ചൂണ്ടിക്കാണിച്ചത് എനിക്കറിയുന്ന ഒരു കാര്യമാണ്. ഉമ്മൻചാണ്ടിയാണ് ആദ്യം ആരംഭിച്ചത്. അത് നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എഴുതിയ ലേഖനത്തിലെ നിലപാടിൽ അങ്ങനെ തന്നെ എഴുതിയതിൽ ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ആദ്യം കാണിച്ചു തരട്ടെ. നിങ്ങൾ പറയുന്നു ഞാൻ കേരള എക്കോണമിയും സർക്കാരിനെയും CPMനെയും പോർത്തി അത് ചെയ്തിട്ടില്ല, ആർട്ടിക്കിൾ വായിച്ചാൽ അറിയാതെ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തത് വേറെ ഏത് മേഖലയെ കുറിച്ച് തൊട്ടിട്ടില്ല. വെറും ഒരു കാര്യം മാത്രം, സ്റ്റാർട്ടപ്പ്
ഓൺട്രപ്രനർഷിപ്പിനെ കുറിച്ച് മാത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതും ഇംഗ്ലീഷിലാണ് എഴുതിയത്, വായിച്ചു നോക്കിയാൽ അറിയാം. മൂന്നാമത്തത്, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയം ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ റെപ്യൂട്ടേഷൻ മൊത്തം നെഗറ്റീവ് ആയിരുന്നു, ഇപ്പൊ നോക്കൂ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. ഇന്നലെ നിങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, രാഷ്ട്രീയം കുറെ കണ്ടിട്ടുണ്ട് ആൾക്കാര്, പക്ഷേ വികസനം കണ്ടിട്ടില്ല. ഞാൻ വികസനത്തെ വലിയ സംസാരം നിങ്ങൾ ശബ്ദം കേൾക്കണം, നിങ്ങൾ സംസാരിക്കുള്ളൂ. ബോധപൂർവമായൊരു നീക്കം സോറി താങ്കൾ ഇക്കാര്യത്തിലെ ആവർത്തിച്ച് ഇക്കാര്യം വ്യക്തമാക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ ഇത് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ്. അത് എന്നോട് ചോദിക്കണ്ട, അവരോടും ചോദിക്കില്ല. എല്ലാവരും കൂടെ ഒരുമിച്ച് സംസാരിച്ചാൽ ഒന്നും മനസ്സിലായില്ല. എന്താ നിങ്ങൾ പറയുന്നത്? ഇതുവരെ ആരും എന്നെ വിളിച്ചു പറയട്ടെ, ആരും വിളിച്ചു പറഞ്ഞേ. മാധ്യമക്കാർ എന്ത് വേണമെങ്കിൽ ഇറക്കിയാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് വിവാദങ്ങൾ ഇഷ്ടമാണ്, ആൾക്കാർ എന്നെ വിളിച്ചാവശ്യപ്പെട്ടാൽ ഞാൻ അത് കേൾക്കാം. താങ്കൾ പറഞ്ഞ ഫാക്ടുകൾ തെറ്റാണെങ്കിൽ പറയണമെന്നാണല്ലോ പറഞ്ഞത്. ഇതിനു മുൻകാണ്ടി സർക്കാരിന്റെ കാലത്ത് വ്യവസായ മന്ത്രിയായിരുന്ന PK കുഞ്ഞാലിക്കുട്ടി തന്നെ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല എന്ന് കാര്യങ്ങൾ നിരത്തി ഇങ്ങനെ. ശരി, അപ്പൊ ആ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കറക്ഷൻ എടുക്കാൻ തയ്യാറാണ്. എല്ലാ മാസവും ഞാനൊരു ആർട്ടിക്കിൾ എഴുതും ഈ പത്രത്തിൽ. ഈ മാസം എഴുതിയതിൽ വലിയ തെറ്റുണ്ടെങ്കിൽ അടുത്ത മാസം എനിക്ക് കറക്റ്റ്, അത് പ്രശ്നമില്ല. പക്ഷെ തെറ്റ് എനിക്ക് അറിയണം, കാരണം ഇതെല്ലാം ഒരു CPM പാംഫ്ലെറ്റ് കണ്ടിട്ടല്ല ഞാൻ എഴുതിയിരിക്കുന്നത്. ഇത് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ടിനെയാണ് ഞാൻ കോട്ട് ചെയ്തത്. അതിൽ തെറ്റുണ്ടെങ്കിൽ അവരോട് നമ്മൾ അറിയിക്കണം. ഇതൊരു ഗ്ലോബൽ റിപ്പോർട്ടാണ്, ഇത് ശരിയല്ല നമ്മൾ ചൂണ്ടിക്കാണിക്കണം. തരൂർജി, സംസ്ഥാനത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷമില്ലെന്ന് UDF കുറെ കാലമായി പറയുന്നതാണ്. ഇപ്പോൾ തരൂർജി ഇങ്ങനെ ഒരു ലേഖനം എഴുതുന്നതോടെ UDFന്റെ ആരോപണങ്ങളുടെ മുനയൊഴിയുകയാണ്. ഇല്ലില്ല, മറ്റേ മേഖലയിൽ എല്ലാത്തിലും ആരോപണം ശരിയാണ്. ഞാൻ തന്നെ ആരോപണം പങ്കെടുക്കുന്നത്. ഈ ഒറ്റ കാര്യത്തിൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റമിൽ നല്ലൊരു പ്രോഗ്രസ് വന്നിട്ടുണ്ട്, പുരോഗതി വന്നിട്ടുണ്ടെന്ന് കാണുമ്പോൾ അതിനെ മാത്രമാണ് ഞാൻ സ്വീകരിച്ചത്. അതിനെക്കുറിച്ച് അഥവാ ഈ ഫാക്ട്സ് ശരിയല്ലെങ്കിൽ, അഥവാ കേരളത്തിന് ഇങ്ങനെ ഒരു റാങ്കിംഗ് കൊടുക്കാതിരുന്നില്ലെങ്കിൽ, അഥവാ കേരളത്തിൽ $1.7 ബില്യൺ ഒരു വികസനം 18 മാസത്തിൽ വന്നിട്ടില്ലെങ്കിൽ, നമ്മൾ ബാക്കിയെല്ലാം ഇതിനെല്ലാം തർക്കിച്ച് ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മൾ ഗ്ലോബൽ ഇക്കോസിസ്റ്റം റിപ്പോർട്ട് പബ്ലിഷ് ചെയ്താൽ, അത് ന്യൂയോർക്കിലെ ജനീവയിൽ എവിടെ ചെയ്താൽ അവർക്ക് പറയണം ഇത് തെറ്റാണെന്ന്. ഞാനിത് റിപ്പോർട്ട് കണ്ടിട്ട് ഞാൻ എഴുതിയ കാര്യമാണ്, അത്രയേ ഉള്ളൂ. കേരളത്തിലെ കോൺഗ്രസിലും അതുപോലെ തന്നെ ദേശീയ തലത്തിലും വേണ്ടത്ര രീതിയിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്നൊരു ഹൈക്കമാൻഡിനോട് സംസാരിക്കാൻ ഇതുവരെ ആവശ്യം വന്നിട്ടില്ല. ആവശ്യം വന്നാൽ സംസാരിക്കാം. എന്നോട് എല്ലാം ചോദിച്ചിട്ട് കാര്യം, ചില ചോദ്യങ്ങൾ വേറെ വല്ലവരോടും ചോദിച്ചോളൂ, ആ ഉത്തരവാദിത്തമുള്ളവരും ചോദിച്ചോളൂ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇവരെല്ലാം ഇങ്ങനെ പ്രതികരിക്കുന്നതിന് പെട്ടെന്ന് തരൂരിന്റെ ഒരു ലേഖനത്തിൽ ഇത്രയും അസ്വസ്ഥരാണ്. അതാ എനിക്ക് വലിയ സന്തോഷമാണ്, ഞാൻ എഴുതുന്നത് ആൾക്കാർ വായിക്കണ്ടല്ലോ, അതെങ്കിലും ഒരു സന്തോഷം. വ്യവസായ സൗഹൃദ സംസ്ഥാനത്തിന്റെ വിഷയം കേരളത്തിൽ നിൽക്കുന്നതാണ്. എന്നാൽ ഈ ദേശീയ തലത്തിൽ ചർച്ചയായ മറ്റൊരു വിഷയം കൂടി താങ്കൾ പറഞ്ഞിരുന്നു. അതിലിപ്പോൾ UDF കൺവീനർ പറഞ്ഞത് അടച്ചിട്ട മുറിയിലാണ് മോദിയും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങൾ എന്തെന്നറിയാൻ ശശി തരൂർ ദിവ്യശക്തി ഉണ്ടോ എന്നാണ് UDF കൺവീനർ. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, പിന്നെ മോദി പ്രസ് കോൺഫറൻസ് പറഞ്ഞതിൽ ഒരു കാര്യം മാത്രം ഞാൻ കേട്ടില്ല. ഇങ്ങനെ ആൾക്കാർ കയ്യിൽ ഹാൻഡ് കഫ്സും കാലിൽ ഷാക്കിൾസും ഒക്കെ കെട്ടിയിട്ട് അവരെ മിലിറ്ററി പ്ലെയിനിൽ അയച്ചതിനെ കുറിച്ച് അദ്ദേഹം വാതിൽ അടച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്ന് ഞാൻ ഹോപ്പ് ചെയ്യണമെന്നാണ് എന്റെ ആശയമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതൊന്ന് കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഞാൻ ഒരിക്കലും പറയാത്തതിനെ കുറിച്ച് എന്നോട് ചോദ്യം ചോദിച്ചാൽ സംസ്ഥാന മുഖ്യമന്ത്രി ഉൾപ്പെടെ രംഗത്തെത്തി. അപ്പം ഈ താങ്കൾ പറയുന്ന കാര്യങ്ങൾ പൊതുജനങ്ങൾക്കും ഭരണപക്ഷത്തിനും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷം തുടർച്ചയായി ഇത്തരത്തിലുള്ള ഒരു താങ്കൾക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്. നോക്കൂ, ഇലക്ഷൻ വരാൻ ഇനിയൊരു 15 മാസമുണ്ടല്ലോ. ഞാൻ ഇനിയും എഴുതാനുണ്ട്. ഓരോരോ വിഷയത്തെക്കുറിച്ച് ഇനിയും എനിക്ക് പറയാൻ അവസരങ്ങൾ ഉണ്ടാവും. ഇത് ഒരു ആർട്ടിക്കിൾ ഒരു സമയത്ത് ഒരു വിഷയത്തെക്കുറിച്ച് എഴുതി. ഇനിയും എനിക്ക് എന്റെ കൈയക്ഷരത്തിൽ ഒരു പ്രസക്തി ഉണ്ടെങ്കിൽ വേറെ കാര്യങ്ങൾ ഇനിയും പറയാൻ സമയമുണ്ട്. അതിനെക്കുറിച്ച് ഇന്ന് തന്നെ ചാടാൻ വലിയ ആവശ്യം ഞാൻ കാണുന്നില്ല. ഇത് ഇത്ര വലിയ വിവാദമായത് എനിക്ക് തന്നെ ഒരു അതിശയം. കാരണം നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധ വെച്ചില്ല, ഇതേപോലെയുള്ള പോയിന്റ്സ് ഞാൻ കൊച്ചി ചേംബർ ഓഫ് കോമേഴ്സിലൊരു പ്രസംഗത്തിൽ 3 ആഴ്ച മുമ്പ് ചെയ്തപ്പോൾ നിങ്ങൾ ആരും മാധ്യമക്കാർ വലിയ ശ്രദ്ധ വെച്ച്, ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വന്നു, പക്ഷെ ഇതിന് വിവാദമാക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു ആർട്ടിക്കിൾ എഴുതിയ ശേഷം വലിയ വിവാദമായി. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, കേരളത്തിന് എല്ലാ മലയാളികൾക്കും ആവശ്യമുള്ളത് വികസനമാണ്. രാഷ്ട്രീയം ഉണ്ടാവും, ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും. പക്ഷേ
രാഷ്ട്രീയം നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്, വികസനം കണ്ടിട്ടില്ല. ആ വികസനത്തിന് വേണ്ടി ആര് മുൻകൈ എടുത്താലും അതിനെ നമ്മൾ തപ്പ് കൊട്ടണം. അതാണ് എൻ്റെ ഒരു ആവശ്യം. ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത് ഒരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനായിട്ടല്ലാന്ന് എനിക്കറിയാം. ഞാൻ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്, ഒരു മുതിർന്ന പ്രായത്താണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ. അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യത്തിലും ഒരു രാഷ്ട്രീയക്കാരനെ പോലെ ചിന്തിക്കില്ല എന്നൊരു ആരോപണം ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു. പക്ഷെ ഞാനൊരു മലയാളിയും ഒരു ജനപ്രതിനിധിയായിട്ട് ജനങ്ങളുടെ താല്പര്യം എന്താണ്? വികസനമല്ലേ? നമ്മൾക്ക് നമ്മുടെ മക്കളെ ഈ സംസ്ഥാനത്ത് തന്നെ എടുത്തു വെക്കണ്ടേ? അതിനുവേണ്ടി ഇവിടെ തൊഴിൽ സാധ്യതകൾ വേണ്ടേ? ആ സാധ്യതകൾ വരാൻ പുതിയ ബിസിനസ് സ്ഥാപിക്കണ്ടേ? ആ പുതിയ ബിസിനസ് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് വേണ്ടേ? ഇതാണ് എന്റെ ലോജിക്ക്. ഈ ലോജിക്ക് ഞാൻ 16 വർഷമായിട്ട് പറയുന്ന ഒരു ലോജിക്കാണ്. ഇതുകൊണ്ട് ഞാൻ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ ആവശ്യമുള്ളത്? കാരണം ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്ന മുമ്പ് ഐക്യരാജ്യസഭ വിട്ട ശേഷം ഞാൻ രാഷ്ട്രീയത്തിലേ ഉണ്ടായിരുന്നില്ല, എന്റെ പാർട്ടി ആയിരുന്നില്ല. പക്ഷെ ആ കാലത്തെ CPM ഭരിക്കുന്ന സർക്കാരിന്റെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ എൽവറം കരീം ന്യൂയോർക്കിൽ വന്നപ്പോൾ ഞാൻ എന്റെ ചെലവിൽ, കേരള ടാക്സ് പേയേഴ്സിന്റെ ചെലവായിരുന്നില്ല, എന്റെ ചെലവിൽ 40 ഇൻവെസ്റ്റേഴ്സിനെ വിളിച്ച് അദ്ദേഹത്തിനെ ഒരു പ്രസന്റേഷൻ ചെയ്യാനും കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട ഒരു മലയാളിയാണ് ഞാൻ. പക്ഷെ ആ 40 ഇൻവെസ്റ്റേഴ്സ് അദ്ദേഹത്തിന്റെ പ്രസന്റേഷനും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ പ്രസന്റേഷൻ കേട്ടിട്ട് ഒരു പൈസ കൊടുത്തില്ലേ കേരളത്തിൽ. ഞാനൊരു 10-12 പേരെ വിളിച്ചു. അതിൽ ചില മരുനാടൻ മലയാളികളും കൂടി ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാ നിങ്ങൾ കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തില്ല? ഇദ്ദേഹം പറഞ്ഞതൊക്കെ നന്നായിരുന്നില്ലേ? അതേ, പക്ഷെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. കേരളം എങ്ങനെയാണ്, ചുവന്ന കൊടി വരും, ഞങ്ങളുടെ പൈസയൊക്കെ നഷ്ടപ്പോവും, അതുകൊണ്ട് ഞങ്ങൾ ഇടുന്നില്ല കേരളത്തിൽ. ഞാൻ ഒരു മിനിറ്റ്, ഒന്നാം കാര്യം ഇദ്ദേഹം പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിക്കില്ല, അവർ സർക്കാരാണ്, അവരെല്ലാം നോക്കാൻ സംരക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത്, കേരളത്തിനെ പോലെ അറിവും പഠിപ്പും സാക്ഷരതയുമുള്ള വർക്കേഴ്സ് നിങ്ങൾ എവിടെ കിട്ടും? ഈ മലയാളികൾ നിങ്ങൾക്ക് വേണ്ടി നന്നായി പ്രവർത്തിക്കാൻ തയ്യാറാക്കുന്നത് അവിടെയല്ലേ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഒരു മലയാളി എന്നോട് മറുപടി പറയണം, അതൊന്നും പ്രശ്നമില്ല, ഞങ്ങൾ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ പോയിട്ട് ഈ ഒരേ പണം സിങ്ക് ചെയ്താൽ മലയാളി തൊഴിലാളിമാർ അവിടെ ക്രോസ് ചെയ്ത് വന്നിട്ട് ഞങ്ങൾ അവിടെ പ്രവർത്തിക്കും, പക്ഷെ അവിടെ ചുവന്ന കൊടി ഉണ്ടാവില്ല, ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കും. ഇതാണ് അവർ പറഞ്ഞത്. അപ്പൊ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ട് ഞാൻ പറയണത്, നമ്മുടെ കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റ് വരാനുള്ള ബുദ്ധിമുട്ട്, ആ റെപ്യൂട്ടേഷനെ ഇപ്പോൾ ഈ ചുവന്ന കൊടി എടുത്ത് നടക്കുന്ന പാർട്ടി എന്നെ ഭരിക്കുമ്പോൾ മാറ്റിയത് ഇത് സ്വീകരിക്കുന്ന കാര്യമല്ലേ? അവര് ഇങ്ങനെ സ്റ്റാർട്ടപ്സിനെ അവര് പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ വരാൻ പോകുന്ന വർഷങ്ങളിൽ വേറെ ഒരു പാർട്ടി വന്നിട്ട് ഞങ്ങളുടെ ഭരണ സമയത്ത് ഞങ്ങൾ സ്റ്റാർട്ടപ്സിന് പിന്തുണ കൊടുക്കുമ്പോൾ അതിനെ എതിരിക്കാതിരിക്കട്ടെ എന്നും കൂടി ചൂണ്ടിക്കാണിച്ച ഒരു ആർട്ടിക്കിളാണ് നിങ്ങൾ പറയുന്നത്. അതാണ് ഞാൻ പറയണത്. ഈ കിട്ടുന്ന പരിഗണനയിൽ അങ്ങ് തൃപ്തനാകും. നോക്കൂ, ഞാൻ ഒരു വിഷയം പറഞ്ഞു, ആ ആർട്ടിക്കിളിൽ എഴുതിയ കാര്യങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് മനസ്സിലാക്കി തന്നു. എന്തുകൊണ്ടാണ് എഴുതിയത്, എന്താ എന്റെ ലോജിക്ക്, എന്താ ഞാൻ എന്റെ സ്റ്റാൻഡ് ഒരു 15-16 വർഷമായിട്ട് രാഷ്ട്രീയ പക്ഷേ മാറ്റിയിട്ടേ ഇല്ല. എന്റെ സ്റ്റാൻഡ് വികസനത്തിന് വേണ്ടിയിട്ടാണ്, ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്, സ്റ്റാർട്ടപ്സിന് വേണ്ടിയിട്ടാണ്. ഇതാണ് എന്റെ സ്റ്റാൻഡ്. ഈ നിലപാടിൽ ഒരു വ്യത്യാസമില്ല. ഈ എല്ലാ മാസവും ഒരു ആർട്ടിക്കിൾ എഴുതാനുണ്ട്. ഞാൻ ലോകത്ത് കാണുന്ന എഴുതുന്നു. ഞാൻ 26 പുസ്തകം എഴുതിയ ഒരു വ്യക്തിയല്ലേ. അപ്പൊ ഞാൻ അതുപോലെ എന്തുകൊണ്ടാണ് എഴുതിയിട്ട് പറഞ്ഞാൽ ഞാൻ എഴുതുന്നത് എന്റെ ഓരോരോ വിഷയങ്ങളും ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയി കാണുന്ന വിഷയങ്ങൾ ഞാൻ എഴുതും. അപ്പൊ ഈ 15 മാസത്തിൽ ഇനിയും എഴുതും, വേറെ വേറെ വിഷയങ്ങളെ കുറിച്ച് എഴുതും. അല്ല, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് തന്നെ എനിക്ക് ചിന്തിക്കേണ്ടത്. അപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കും, അതിനെക്കുറിച്ച് എഴുതും. അതൊരു ഒരു 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 വ്യക്തിയായിട്ടും ഒരു ജനപ്രതിനിധിയായിട്ടും ചെയ്യാൻ എൻ്റെ ഒരു ചുമതലയാണ്. അത് നമ്മൾക്ക് അത്യാവശ്യമാണ്. കേരളത്തിന്റെ ഭാവി എന്തായിരിക്കണം, നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾ ഈ നാടിനെ നന്നാക്കേണ്ടത്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നേരത്തെ മറ്റൊരു വിവാദം വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം കെട്ടിടം കെട്ടിയ ശേഷം ഫേർണിച്ചർ മേടിക്കാൻ. അതിന്റെ ലോജിക് എന്ന്, ഈ കെട്ടിടം കെട്ടാൻ നമ്മൾ ജനങ്ങളുടെ അടിയിൽ എത്തിക്കേണ്ടത് നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യും, ഈ നാടിനെ നമ്മൾ എങ്ങനെ മെച്ചമാക്കും, അതാണ് നമ്മുടെ ഉത്തരവാദിത്വം രാഷ്ട്രീയക്കാരായിട്ടും ചിന്തിക്കുന്നവരായിട്ടും. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഒരു ഉദാഹരണമാണ്, ഇതേപോലെ സ്റ്റാർട്ടപ്സ് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അത് ആര് ഭരണത്തിൽ വന്നാലും അത്യാവശ്യമാണ്. ഞാൻ വേറെ മേഖലയെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ഞാനാണ് ആദ്യം കേരള ഹയർ എഡ്യൂക്കേഷൻ റിഫോംസ് കമ്മീഷൻ വേണമെന്ന് പറഞ്ഞിട്ട് UDF മാനിഫെസ്റ്റോയുടെ 2021 തെരഞ്ഞെടുപ്പിൽ ഇട്ടത്. നിങ്ങൾ അതൊക്കെ ശ്രദ്ധ വെച്ചു. ഈ സർക്കാർ ഇങ്ങനെ ഒരു കമ്മീഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ കമ്മീഷനല്ല. ഞാൻ ആവശ്യപ്പെട്ടത് ആ കമ്മീഷനിൽ അച്ഛനമ്മമാര്, വിദ്യാർത്ഥികള്, എംപ്ലോയേഴ്സ്, തൊഴിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവര്, അവരോടൊക്കെ ചോദിക്കണം എന്താണ് നിങ്ങൾ എഡ്യൂക്കേഷനിൽ കാണേണ്ടത്. നമ്മളുടെ സർക്കാർ ഇപ്പൊ ചെയ്തിരിക്കുന്നത് വെറും പ്രൊഫസർമാരെ ഇരുത്തിയിട്ടൊരു കമ്മീഷൻ വെച്ചിട്ട് അതിന്റെ ഗുണം എന്തായിരുന്നു ആർക്കും അറിയില്ല, ആരും കണ്ടിട്ടില്ല. അപ്പൊ ഓരോരോ മേഖലയെക്കുറിച്ച് ചിന്തിച്ച് അഭിപ്രായങ്ങൾ എഴുതി പറഞ്ഞൊരു വ്യക്തിയാണ്
ഞാൻ ഇതുപോലെ ഒരു 150 ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടാകും. നിങ്ങൾ ഒന്ന് കണ്ടൊരു വിഷയമുണ്ടാക്കി. പക്ഷേ ഇനിയും ഉണ്ടാവും, ഇനിയും വായിക്ക ശ്രദ്ധയോടെ കാത്തിരുന്നോളൂ. ഇനിയും വരട്ടെ. ഭയങ്കരമായിട്ട് ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. കേരളത്തിന്റെ വികസനത്തെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എന്തെങ്കിലും ആലോചനയുണ്ടോ? 15 മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് ഇവിടുത്തെ ഒരു ജനപ്രതിനിധി അല്ലേ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, സംസാരിക്കാൻ അവസരമുണ്ട്. അല്ല, ആവശ്യപ്പെടാൻ ചിലർ അർഹതമാണ്. അവരെ ആവശ്യപ്പെട്ടാൽ നോക്കാം. ആകെ 2 പേര് വിളിച്ചിരിക്കുന്നത് എന്റെ പാർട്ടിയുടെ അകത്തുനിന്ന് KPCC പ്രസിഡന്റും KPCC ജനറൽ സെക്രട്ടറിയും 2 ആളും പറഞ്ഞു, മാധ്യമക്കാർ പറഞ്ഞതൊന്നും സത്യമല്ല, ഞങ്ങൾ ഒരു വാക്കും പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ എതിരെ നിങ്ങൾക്ക് പൂർണ്ണ അധികാരമുണ്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ, ഞങ്ങളൊരു കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് അവരെ ഒഴിച്ചിട്ട് വേറെ ആരുടെയും എനിക്ക് പോണം വരും. ശശി തരൂരിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. കഴിഞ്ഞ 16 വർഷമായി താൻ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. വികസനത്തിനൊപ്പം ഇൻവെസ്റ്റ്മെന്റിനൊപ്പം നാട് വളരുക എന്ന് തന്നെയാണ് തന്റെ ലക്ഷ്യം. MM ഹസനും ഒപ്പം PK കുഞ്ഞാലിക്കുട്ടിക്കും അടക്കം അദ്ദേഹം മറുപടിയും നൽകുന്നുണ്ട്. വികസനത്തിന് വേണ്ടി ആര് മുന്നോട്ടിറങ്ങിയാലും അതിന് നമ്മൾ തപ്പ് കൊട്ടണം എന്ന് പറയുന്നുണ്ട് ശശി തരൂർ. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടത് വികസനമാണ്, രാഷ്ട്രീയമല്ല ജനങ്ങൾക്ക് ആവശ്യം. വികസനത്തിന് ആര് മുൻകൈ എടുത്താലും അവർക്കൊപ്പം നിൽക്കണം. എല്ലാ കാര്യത്തിലും താൻ രാഷ്ട്രീയക്കാരനെ പോലെ ചിന്തിക്കില്ല. പുതിയ തലമുറയ്ക്ക് വികസനം ആവശ്യമാണ്. ഇതാണ് തൻ്റെ ലോജിക് എന്നും പറയുകയാണ് ശശി തരൂർ.